നല്ല മനോഹരമായ സുപ്രഭാതം. ഇന്ന് കണാറിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം നമുക്ക്. നീ എന്താണ് കുഞ്ഞാപ്പൂ കഴിക്കുന്നേ? നല്ല ഫ്രഷ് ബ്രെഡ് അതേ മുതലാളി കഴിച്ചോ? നീക്കട കുഞ്ഞാപ്പൂ, ഇതിന്റെ കൂടെ കഴിക്കാനേ വേറെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ. കിട്ടിപ്പോയി. എന്തിനാണ് ബ്രെഡ് പച്ചക്ക് കഴിക്കുന്നേ? നമുക്ക് തേൻ പൊട്ടി കഴിക്കാം. കൊള്ളാലോ മുതലാളി, ആലോചിക്കുമ്പോ തന്നെ കൊതിയാവുന്നു. എന്നാ കോടേ കൈ. സെൽഫി എടുക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ. സെൽഫി നശിപ്പിക്കാൻ ഇത് ആരാ കേറി വരുന്നേ? ഹണീബി, ടിൻഡോങ് എനിക്ക് എന്താ കിട്ടിയെന്ന് നോക്കട്ടെ. കണ്ടോ, നിങ്ങൾക്ക് ഒത്തിരി സന്തോഷാവും. എവിടെ ഞാനും ഒന്ന് നോക്കട്ടെ. ഞാനാണ് നന്നി, ഇതാണ് മുന്നി. ഞങ്ങളൊക്കെ ബാറ്റുകളെ പോലെ ഇല്ലേ? ഐ, എന്തൊരു ശബ്ദമാ. നന്നി മുന്നി, എന്നെ പോലെ നിങ്ങളെയും ഞാൻ സൗന്ദര്യമുള്ളവരാക്കട്ടെ. ഇക്കിളി എടുക്കുന്നേ. ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുതരാം. എവിടെ ചുണ്ട് കാണിച്ചേ? റോക്കറ്റ് പോകുന്നതിനേക്കാളും വേഗത്തിലാ കണാരൻ കോഴിക്കൂട്ടത്തിന്റെ പുറകെ പോകുന്നത്. നമ്മുടെ ബെല്ല് ഇവിടെ ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിഞ്ഞല്ലോ. മേക്കപ്പ് ഒക്കെ ഇട്ട് ബ്യൂട്ടി കോൺടെസ്റ്റിന് റെഡിയായി കേട്ടോ. അങ്ങനെ ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ആരാ ജയിക്കാൻ പോകുന്നെന്ന് നമുക്ക് കണ്ടറിയാം. എന്നാ പിന്നെ തുടങ്ങിയാലോ? കോഴിക്കൂടത്തെ കണ്ടു കഴിഞ്ഞ കണാറിന്റെ വായിൽ കപ്പലോടും. ഇവിടെ തേനീച്ചകളെല്ലാം റാമ്പ് വോക്ക് നടത്തുകയാണല്ലോ. വളരെ നന്നായിണ്ട്. അങ്ങനെ ഒന്നും പഴത്തില്ല. വാടമുത്ത ഇങ്ങോട്ടെ. അഞ്ഞു വലിക്കും മുതലാളി. പിന്നെ ആഞ്ഞു വലിക്കാതെ ഞാൻ എന്താണ് ഇവിടെ ഇരുന്ന് പാട്ട് പാടണോ? ഒന്ന് സഹായിക്കണേ. ആ, എന്തായി സംഭവിക്കണേ? ഞങ്ങളെല്ലാരും ആക്രമിച്ചു. ഞാനല്ല ഇവനാ. എന്റെ പൊന്നടാവേ, ഞാനല്ലത് ഇയാളാ. ആക്രമിക്കൂ. എന്റെ അമ്മച്ചേ, ഞാൻ വിളിക്കാൻ പോവാ. കുഞ്ഞാപ്പൂ, നീ എവിടെയും പോയി വിളിച്ചോടാ. ഏത് നേരത്തെ ഇയാളുടെ അസിസ്റ്റന്റ് ആവാൻ തോന്നിയത്? എന്നാ തുടങ്ങിയാലോ? കണാറാ, നീ ചൊറിയാൻ പോയ ആളുകൾ അത്ര നിസാരക്കാരല്ല. ഇന്ന് നിന്റെ കട്ടായ്പാട് മടങ്ങുന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ അമ്മോ, എന്നെ വെറുതെ വിട്ടേക്കണേ. രക്ഷപ്പെട്ടതാ തോന്നേ. എന്നാലും ഇതെന്താ ചൊറിയുന്നേ? എന്റെ പൊന്നു മുതലാളി, നിങ്ങൾ ഈ കുഴിയിൽ ഇറങ്ങിയതുകൊണ്ട് എന്ത് ചെയ്യുവാ? കണ്ടിട്ട് മനസ്സിലായില്ലടാ, ഞാൻ ചൊറിഞ്ഞോണ്ടിരിക്കുവാ. വിട്ടോടാ കുഞ്ഞാപ്പൂ. ഹൈ, നല്ല സുഖായില്ലേ? തിരിഞ്ഞു നോക്കാതെ വിട്ടോടാ. ഹൈ ഹൈ, അവര് തിരിച്ചു വരണുണ്ടല്ലോ. പ്രതികാരം ചെയ്യും ഞാൻ. ദേ, കണാരൻ പ്രതികാരം ചെയ്യാൻ വരുന്നുണ്ട്. അവനിൽ നിന്നും രക്ഷപ്പെടണം. ആക്രമിക്കൂ. ആക്രമിക്കാൻ ഞാനും തയ്യാറാണ് മുതലാളി. കയ്യിലടിക്കാതെ ചെയ്യണേ അങ്ങോട്ട്. ഡോങ്, എനിക്ക് ചുറ്റുമുള്ള സ്ഥലം ഒഴിഞ്ഞെടുക്കുന്ന എന്താ? എന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ. എന്തോന്നല്ല, ബെല്ല മിസ്സിങ്. നമുക്ക് ബെല്ലിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നെ തുറന്നുവിടാൻ ഞങ്ങൾ എന്താടി മണ്ടന്മാരോ? എനിക്കും ചൊറിയണം മുതലാളി. തല ഇരിക്കുമ്പോ വാലാടണ്ട. മര്യാദക്ക് ചൊറിയണേ അങ്ങോട്ട്. ഇവളെ വയ്ക്കുന്ന എന്ത് കറിയാ ഉണ്ടാക്കുക? ബെല്ലിനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരുത്തനും വരത്തില്ല. എടാ കുഞ്ഞാപ്പൂ, മര്യാദക്ക് ചൊറിയണേ അങ്ങോട്ട്. ഒരു കാടളി വരുന്നുണ്ടല്ലോ. അത് കാണലടാ, തേനീച്ചയാടാ കുഞ്ഞാപ്പൂ. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുമല്ലേ? കുടിക്കാൻ എന്താ ചായയോ കാപ്പിയോ? കാപ്പി ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇതിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാടാ പോയെന്ന് രക്ഷപ്പെടുക? എന്താ ഇപ്പൊ ചെയ്യാ? ആ, വഴി കിട്ടിപ്പോയി. ഇനി ഒരുത്തനെ രക്ഷപ്പെടില്ല. 1 2 3. ധൈര്യം ഉണ്ടെങ്കിൽ അടുത്തോട്ട് വാടേ. പുറത്തേക്ക് വിളിക്കണമല്ലോ, പെട്ടെന്ന് വാ. എന്തിനേ പേടിച്ചു പോയാ? എന്നാ പ്ലാൻ ബി തുടങ്ങാല്ലേ? കണാറിന് വേണ്ടി കട്ടയ്ക്ക് ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. ദേ, തയ്യാറായിരിക്കുക. എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി നിങ്ങൾ പണി തുടങ്ങിക്കോ. എല്ലാം കൂടെ പേടിച്ച് ഓടിയത് കണ്ടില്ലാടാ നീ? ഇതെന്തോ ഐറ്റം? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കുറച്ചുകൂടെ നാടാ പിള്ളേരെ. എടേ, നമ്മൾ തമ്മിൽ വിഷയമൊന്നുമില്ലല്ലോ. നീ എന്തിനാ എന്നെ നാക്കെ പിടിച്ച് വലിക്കുന്നേ? എടാ വിടടാ. ഇതുമാരുടെ പണിയായിരുന്നോ? എടാ കുഞ്ഞാപ്പൂ, മതിയടാ ചൊറിഞ്ഞത്. വേഗം എന്നെ നാക്കൊന്ന് പുറത്തെടുക്ക. ഇപ്പൊ ശരിയാക്കി തരാം. മൊയ്തീനെ, ആ ചെറിയ സ്പാൻഡറിങ് എടുക്ക്. ഇയാള് പോയി വെറുതെ ഓരോ ഇടവും കൂടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ബാക്കിയുള്ളതിന് അതിനകത്ത് കൊടുക്കുകയും ചെയ്യും. ആ, മുതലാളി ഇവിടെ ഇല്ലാത്ത കാരണം കുറച്ച് സമയം ചൊറിഞ്ഞേക്കാം. അയ്യോ, പോകല്ലേ. ഹൈ ഹൈ, ഈ ചങ്ങല ആരാണാവോ ഉണ്ടാക്കിയത്? അനങ്ങുന്നില്ലല്ലോ. ഒന്ന് പൊട്ടി ചങ്ങലേ. ഓ, ഇനി ഞാൻ പൊട്ടിച്ചോളാം. ഇപ്പോഴും പൊട്ടുന്നില്ലേ?
ആ എടാ കുരിപ്പുകളെ, അത് അങ്ങനെയൊന്നും തുറക്കില്ല. ഞാൻ ഉണ്ടാക്കിയത്. അത് തുറക്കണമെങ്കിലേ അതാ ഈ താക്കോല് വേണം. ഞാൻ ഈ താക്കോലൊക്കെ തിന്നാലോ? ഹൈ ഹൈ അങ്ങനെ ചെയ്യല്ലേ കണാരാ എന്റെ കൂട്ടാ കഴിച്ചല്ലോ. താക്കോല് വേണമെങ്കിൽ എന്റെ വയറ്റിൽ കയറി എടുത്തോളാം പിള്ളേരെ. ഞാൻ അതിനു വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തു തരാം. ഞാൻ റെഡി. എന്റെ പൊന്നിടാവേ, ഈ ചൊറിച്ചില് മാറുന്നില്ലല്ലോ. ഈ തേനീച്ചകള് പിന്നെയും വന്നോ? ഒളിച്ചിരിക്കുന്നതാണ് നല്ലത്. ആഹാ എന്റെ തലയിലൊന്ന് കത്തുന്നുണ്ട്. നിനക്ക് ഒളിച്ചേ പാത്തേ കളിക്കാൻ വലിയ ഇഷ്ടല്ലേ കണാരാ? എന്നാ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരിടത്തേക്ക് നിന്നെ ഒളിപ്പിച്ചേക്കാം. ഇനിയല്ലേ കളി തുടങ്ങുന്നേ. വെൽക്കം ടു അന്റാർട്ടിക്ക കണാരാ. എന്നെ കുൽപ്പിയാക്കി കളഞ്ഞോ? ബാക്കിയും കൂടെ ഞാൻ ചെയ്തരാടാ. ഇനി കണാരൻ എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ അഡ്രസ് പോലും ഈ ലോകത്തെങ്ങും ഉണ്ടാവില്ല. ഹൈ നീയൊക്കെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്നെ പുറത്താക്കിയോടെ. ഡോങ്കി അവന്റെ വയറ്റിൽ കിടക്കുന്ന താക്കോൽ എടുക്കണ്ടേ? കണാറിന് പണികളുടെ ഘോഷയാത്രയാണല്ലോ. ദേ ഇപ്പൊ റേസിംഗും തുടങ്ങിക്കഴിഞ്ഞു. ഇതെങ്ങനെയാ ഒന്ന് നിർത്ത? ഞങ്ങളെ പേടിപ്പിക്കണോ? ഇന്ന് നീ പേടിച്ചു തോറും. തേൻ കൂട്ടി ബ്രെഡ് കഴിക്കാൻ ഇറങ്ങിയ കണാരൻ ദേ റോട്ടിൽ കൂടെ ഐസായി തെന്നി പോകുന്നത് കണ്ടില്ലേ? എന്റെ പണി കുളമാക്കിയ നിന്റെ കാര്യം പോക്കടാ. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. ആ മുള്ളുകളൊന്ന് തരാവോ? ഒരു വലിയ കാര്യത്തിനാ. എന്റെ സഹായം വേണമല്ലേ? എങ്കിൽ ആദ്യം എന്റെ ഡാൻസ് നിങ്ങളൊന്ന് കാണാ. റെഡിയല്ലേ? ആ ഞങ്ങള് റെഡിയാ. ആ പണി കഴിഞ്ഞു. എന്നെ ഒന്ന് ഇറക്ക്. ഹൈ നിക്ക് ദേ ഇപ്പൊ ഇറക്കാം. കണ്ടോ താക്കോല് പുറത്തു വന്നേ. ഹൈ വേണ്ട, താക്കോല് മതി. എനിക്കിട്ടില്ല. അയ്യേ, താക്കോല് കിട്ടിയോ? എനിക്കെന്റെ സെൽഫി ക്വീനെ രക്ഷിക്കണ്ടേ? വേറെ വഴിയില്ലല്ലോ. ഈ ചൊറിച്ചില് മുതലാളി ഒന്നും പറ്റിയില്ലല്ലോ. പക്ഷേ ഇത് ശരിക്കും പറ്റും. ഓടിക്കോ. അപ്പൊ കുട്ടികളെ, നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താ പഠിച്ചത്? അതിപ്പോ സിംഹമായാലും തേനീച്ചയായാലും അതിന്റെ കൂട്ടി കയറി ചൊറിയാൻ നിന്നാ നമുക്ക് 8ന്റെ പണി തന്നെ കിട്ടും. എന്നാ പിന്നെ കാണാം.